ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംട ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ യൂട്യൂബിൽ വന്ന പുതിയൊരു അടിപൊളി അപ്ഡേറ്റിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അതായത് അഫിലിയേറ്റഡ് പ്രോഗ്രാം എന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നമ്മുടെ വീഡിയോയിൽ കൊടുത്ത് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആരെങ്കിലും ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന്റെ ചെറിയൊരു കമ്മീഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിംഗ് ആണ് ഈ അഫിലിയേറ്റഡ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ യൂട്യൂബിൽ ഇപ്പോൾ എനേബിൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. അതിനുള്ള ഒരു പുതിയ അപ്ഡേറ്റ് യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ അഫിലിയേറ്റഡ് പ്രോഗ്രാം എങ്ങനെ എനേബിൾ ചെയ്യാം എന്നൊക്കെ നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യാം. ഇവിടെ സൈഡിലായിട്ട് നോക്കാന്നുണ്ടെങ്കിൽ ഏൺ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ ഷോപ്പിംഗ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാം. നമുക്ക് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴോട്ട് നോക്കാന്നുണ്ടെങ്കിൽ അഫിലിയേറ്റഡ് പ്രോഗ്രാം എന്ന് കാണാം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ടേൺ ഓൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ അതിന്റെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻ ആണ് പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ താഴെ നോക്കാമെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻ എഗ്രി ചെയ്യേണ്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അക്സെപ്റ്റ് കൊടുത്താൽ മതി. അതുപോലെ നമ്മൾക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ അഫിലിയേറ്റഡ് പ്രോഗ്രാമിംഗ് കാണാൻ സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇതിലോട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ ഈ ഒരു അഫിലിയേറ്റഡ് പ്രോഗ്രാം നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൽ മോണിറ്റൈസേഷൻ എനേബിൾ ആയിരിക്കണം. അതുപോലെ കമ്മ്യൂണിറ്റി ഗെയിൻലെസ് സ്ട്രൈക്ക് ഒന്നും ഉണ്ടാകാൻ പാടില്ല. പിന്നീട് കിഡ്സിന് വേണ്ടിയുള്ള ചാനലൊന്നും ആയിരിക്കരുത്. അത്തരത്തിലുള്ള കുറെ ക്രൈറ്റീരിയസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു അഫിലിയേറ്റഡ് പ്രോഗ്രാം ഇവിടെ ലഭിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അഫിലിയേറ്റഡ് പ്രോഗ്രാം ഇവിടെ എനേബിൾ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് ടാഗ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് നമ്മൾ ചെയ്ത വീഡിയോ ഏതെങ്കിലും ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഞാൻ എന്താണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ ചൂസ് ചെയ്യുകയാണ്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. അതിന് ഇവിടെ താഴോട്ട് നോക്കാന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ സ്റ്റോർ എന്നുണ്ട്, ഇവിടെ ഫ്ലിപ്കാർട്ട് മിന്ത്ര രണ്ടെണ്ണം ഉണ്ട്. നമുക്ക് ഏത് ലിങ്ക് ആണോ വേണ്ടത് അത് ചൂസ് ചെയ്യാം. ഇപ്പൊ ഫ്ലിപ്കാർട്ടിലെ ആ ഒരു ലിങ്ക് ആണ് നമുക്ക് ഇവിടെ കൊടുക്കണമെങ്കിൽ ഫ്ലിപ്കാർട്ട് ചൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. ആ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യാം. അത് മേ ബി ബ്ലൂടൂത്ത് സ്പീക്കർ ആണത്. എന്നിട്ട് നമുക്കൊന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, സെർച്ച് ചെയ്യുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. അപ്പൊ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിന്റെ വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റിന്റെ പേര് ഇവിടെ നമുക്ക് ടാഗ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ ഉണ്ട്. പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ടാഗ് ആകുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ പ്രൊഡക്റ്റുകൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ പ്രൊഡക്റ്റുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ തന്നെ വേറെ ഒരു പ്രൊഡക്റ്റും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇത് ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ റിമൂവ് വേണമെങ്കിൽ ഇവിടെ ഡിലീറ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ആ പ്രൊഡക്റ്റ് ഇതാണ്. പിന്നെ എക്സ്ട്രാ ഒരു പ്രൊഡക്റ്റും കൂടെ ആഡ് ചെയ്തെന്നു മാത്രം. അത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇതെല്ലാം ചെയ്തതിന് ശേഷം ഡൺ എന്നത് ക്ലിക്ക് ചെയ്യാം. ഡൺ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ടു ടാഗ്ഡ് പ്രൊഡക്റ്റ് എന്ന്. അത് രണ്ട് പ്രൊഡക്റ്റ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ടു ടാഗ്ഡ് പ്രൊഡക്റ്റ് എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ രണ്ട് പ്രൊഡക്റ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സേവ് എന്നത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ഇത് സേവ് ആയിക്കോളും. ഇനി ഈ ഒരു വീഡിയോ കാണുന്ന വ്യക്തിക്ക് ഇപ്പൊ നമ്മൾ ആഡ് ചെയ്ത ആ ഒരു പ്രൊഡക്റ്റിനെ എങ്ങനെ കാണാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പം ആ ഒരു വീഡിയോ പ്ലേ ആവുമ്പോൾ ഇവിടെ വ്യൂ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ രണ്ട് പ്രൊഡക്റ്റുകൾ നമ്മൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്ലിപ്കാർട്ടിന്റെ ലിങ്കാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഫ്ലിപ്കാർട്ടിന്റെ സൈറ്റിൽ പോയിട്ട് ആ ഒരു പ്രൊഡക്റ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ നിന്ന് വായിക്കാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് നമുക്കത് ബൈ ചെയ്യണമെങ്കിൽ ഇവിടെ ബൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പൊ ഇനി മുതൽ ആർക്കെങ്കിലും ഇതുപോലെ പ്രൊഡക്റ്റ് ഒക്കെ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ നമ്മൾ ആഡ് ചെയ്ത പ്രൊഡക്റ്റ് ഒക്കെ ആരെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ചെറിയ കമ്മീഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ആ ഒരു കമ്മീഷൻസ് ഒക്കെ നമുക്ക് നോക്കി കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏൺസ് എന്നതിൽ നോക്കാം. ഏൺസ് എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ
ഷോപ്പിംഗ് എന്നത് ചൂസ് ചെയ്യാം. എന്നിട്ട് താഴോട്ട് നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ അനലിറ്റിക്സ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഞാൻ ആ അഫിലിയേറ്റഡ് പ്രോഗ്രാമിംഗ് ഇപ്പൊ ഒന്ന് എനേബിൾ ചെയ്തതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് ആരും വാങ്ങിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇതൊക്കെ എനേബിൾ ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഒക്കെ ആരെങ്കിലും ഒക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കമ്മീഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിന്റെ അനലിറ്റിക്സ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ നമുക്കിവിടെ സ്റ്റോർ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ ഈ കാണുന്ന സ്റ്റോറുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാണെങ്കിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതിനെപ്പറ്റി ഒരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പൊ എല്ലാം കൂടി ഒരു വീഡിയോയിലായാൽ ശരിയാവത്തില്ല. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇതുവരെ ഈ ഒരു ഫീച്ചർ നിങ്ങൾ എനേബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് അഫിലിയേറ്റഡ് പ്രോഗ്രാം ഇതുവരെ എനേബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക. നല്ലൊരു അടിപൊളി ഒരു അപ്ഡേറ്റ് ആണ് യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ യൂട്യൂബിന്റെ പാർട്ട്ണർ പ്രോഗ്രാം എനേബിൾ ആയിട്ടുണ്ട്, അതായത് അതുപോലെ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു അഫിലിയേറ്റഡ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ട് കുറച്ച് ദിവസമായി, നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം അല്ലായിരുന്നു. ഇപ്പോഴാണ് വീഡിയോ ചെയ്യാൻ പറ്റിയത്. അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അതുപോലെ നമ്മുടെ ചാനലിൽ കുറെ നാളായിട്ട് അധികം വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു. ഇനി മുതൽ ഡെയിലി നമ്മുടെ ചാനലിൽ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.